ഹലോ ഗായ്സ്, എന്തൊക്കെ വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എന്നൊരു ലോങ് വീഡിയോ ആവാമല്ലേ? പുരയിലെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂട്ടാൻ എന്താ ചോറിന് എന്നുള്ളതാണ് എല്ലായിടത്തും പ്രശ്നം. ക്യാരറ്റ് ഉണ്ട്, എനക്കൊണ്ടാവുന്ന ഉപ്പേരിയൊക്കെ ആദ്യം വിചാരിച്ചിട്ട് ക്യാരറ്റ് അരിഞ്ഞ് ഉള്ളിയും പച്ചമുളകും അരിഞ്ഞ് 2 അല്ലി വെളുത്തുള്ളിയും ചതച്ച് വെച്ചിരിക്കുന്നത്. അപ്പോഴത്തേക്കും കറിക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടും. പിന്നെ തേങ്ങ പൊളിച്ചെടുക്കുന്നത് ഒരു ടാസ്ക് പരിപാടി തന്നെയാണ്. പിന്നെ ഒന്ന് പൊട്ടിച്ച് തേങ്ങ ചിരവി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഉപ്പേരിക്കുള്ള പരിപാടി നോക്കാം. അതിനാദ്യം എണ്ണ ഒഴിച്ച് അത് ചൂടായി വരുമ്പോൾ കറിവേപ്പിൻ്റെ ഇല പൊട്ടിക്കുക, കടുക് പൊട്ടിക്കണം. പിന്നെ വെളുത്തുള്ളി ചതച്ചത് മൂപ്പിച്ചിട്ട് ഉള്ളിയും പച്ചമുളകും അതിക്കിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നിങ്ങൾക്ക് വെളുത്തുള്ളീൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ഇട്ടാൽ മതി. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്, എപ്പോഴും ഇടുന്നൊരു ഫ്ലോയിൽ അങ്ങ് ഇട്ടതാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇട്ടാൽ മതി. ക്യാരറ്റിൻ്റെ കളർ ഉള്ളത് കൊണ്ട് മഞ്ഞൾപ്പൊടിൻ്റെ ആവശ്യമൊന്നും ഇല്ല. പിന്നെ അതിൻ്റെ പച്ചമണമൊന്ന് മാറി വരുമ്പോൾ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു കൊടുത്ത ക്യാരറ്റ് അതിക്കിടുക. തേങ്ങ ചിരകി വെച്ചതും കുറച്ചിടുക. തേങ്ങ ഒന്ന് ഒതുക്കിയിട്ടിടുന്നതായിരിക്കും ബെറ്റർ, ഞാൻ ഒതുക്കാൻ വിട്ടുപോയി. പിന്നെ അതിൽ ആവശ്യത്തിന് ഉപ്പിട്ട് നല്ലോണം ഇളക്കി വെച്ച് അടച്ചു വെച്ചിട്ട് ആവിക്ക് വെച്ച് വേവിക്കുക. ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടെ ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും ഞാൻ ഇടുന്ന വീഡിയോൻ്റെ. പിന്നെ അപ്പോഴത്തേക്ക് മീൻ കിട്ടിക്കുന്നത് അതിന് ചെമ്മീൻ എടുത്ത് പൊരിക്കാമെന്ന് വിചാരിച്ച് മസാലപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഉപ്പും കുറച്ച് പുളിവെള്ളവും കൂടെ പിഴിഞ്ഞ് നല്ലോണം മിക്സ് ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ ചെമ്മീനും കുറച്ച് മീനും ഇട്ട് കുഴച്ച് അവിടെ ഒന്ന് പിടിക്കാൻ വേണ്ടി മാറ്റി വെക്കണം. കുറച്ച് നേരം പിടിച്ചതിന് ശേഷം എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ മീനൊന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് കൂട്ടാൻ വെക്കാം. മീൻ തന്നെയാണ് കൂട്ടാൻ വെക്കുന്നത്. ചട്ടി വയ്ക്കുക, എണ്ണ ഒഴിക്കുക, ഉലുവ പൊട്ടിക്കുക. ഉലുവ എല്ലാം പൊട്ടി വരുമ്പം കുറച്ച് വെല്ലുള്ളിയും കരിവേപ്പിൻ്റെ ഇല പച്ചമുളകും ഇട്ട് നല്ലോണം ഇളക്കി മിക്സാക്കിയിട്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുക. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞങ്ങൾക്ക് മസ്റ്റ് എല്ലാത്തിനും വേണം. ഒന്ന് മൂത്ത് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി നല്ലോണം വാടി വരണം, അല്ലെങ്കിൽ മതിരിക്കും കേട്ടോ. എന്നിട്ട് നല്ലോണം വാടി വരുമ്പോൾ നമ്മളെ തക്കാളി ഇട്ട് കൊടുക്കുക. തക്കാളി എല്ലാം കുഴയുമ്പോൾ ആയി വരുമ്പോൾ പൊടി ഇട്ട് കൊടുക്കുക. എന്തൊക്കെ പൊടിയാണ് വേണ്ടത് ചാക്കട്ടോ. ഞങ്ങളിപ്പോൾ മഞ്ഞൾപ്പൊടി, മുളകും പൊടിയും കുറച്ച് മീൻ മസാല ഇട്ടിട്ട് പിന്നെ കാശ്മീരി മുളകും പൊടി. എരിവിനാവശ്യം വേണ്ടിയിട്ട് നിങ്ങൾക്ക് എരിവാണെന്നുണ്ടെങ്കിൽ മുളകും പൊടി ഇട്ടോളി, ആണെങ്കിൽ കാശ്മീരി മുളക് പൊടി ഇടുക. അത് നല്ലോണം മൂപ്പിക്കുക. മൂപ്പിച്ചതിന് ശേഷം നല്ല മൂത്ത് വരുമ്പം പുളിവെള്ളം ഒഴിക്കുക. പിന്നെ ഒന്ന് തിളച്ച് വരുമ്പോൾ മീൻ ഇടുക. ഓക്കെ, കറി അവിടെ സെറ്റാവും. എനിക്ക് വാളംപുളിയാണ് ഇപ്പം നമ്മളെടുത്ത്, കുടംപുളി വേണമെങ്കിൽ എടുത്താൽ മതി. പിന്നെ അടച്ച് വെച്ച് മീനൊന്ന് അങ്ങ് വേവിച്ചെടുക്കുക. കറി അപ്പോഴത്തേക്കും സെറ്റാവും. ഇന്നത്തെ വീഡിയോ അതൊക്കെയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഒന്നും കൂടി പറയണേ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഓക്കെ, ബൈ, ടേക്ക് കെയർ, ടാറ്റാ.